CPM വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ PK ശശിക്കെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. ഒറ്റപ്പാലത്ത് PK ശശിയെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയുണ്ട്. UDF-ലെത്തിയാലും ശശി ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കരുതെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലൈംഗിക അതിക്രമ ആരോപണത്തിൽ അന്ന് കോൺഗ്രസിന്റെ തന്നെ വ്യാപക പ്രതിഷേധം നേരിട്ട PK ശശിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ KPCC-യോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് ചെയ്തത്. ഇക്ബാൽ, ഇതിപ്പോൾ PK ശശി പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരുന്നതിൽ തീരുമാനമാകണം, PK ശശി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തീരുമാനമാകണം. അത്തരം അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടില്ല, കോൺഗ്രസ് എത്തിയിട്ടില്ല. അതിനു മുൻപേ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധവും പരാതിയും ഒക്കെ ഉയർന്നു കഴിഞ്ഞു. വിനീത, ഏതായാലും ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ കടുത്ത അതൃപ്തിയുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. PK ശശിയെ UDF-ലേക്ക് എത്തിക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ല. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഒരിക്കലും PK ശശിയെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കരുത്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM തന്നെ PK ശശിയെ മാറ്റി നിർത്തിയതാണ്. അന്ന് ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ തുടർന്നാണ് PK ശശിയെ പിന്നീട് മത്സരിപ്പിക്കാതെ CPM തന്നെ മാറ്റി നിർത്തുന്നത്. 2016 ഷൊർണൂർ MLA ആയിരുന്നു PK ശശി. പക്ഷേ പിന്നീട് PK ശശിക്ക് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് CPM മാറ്റി നിർത്തിയത്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിൽ തങ്ങൾക്ക് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്, ഒരു ഒട്ടും തൃപ്തിയില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ KPCC-യെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെയും അറിയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ PK ശശിക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ വന്ന സമയത്ത് തങ്ങൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തിയതാണ്. അന്ന് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുടെ പേരിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവായിരിക്കെ കേസിൽ ഉൾപ്പെടുകയും പിന്നീട് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഒറ്റപ്പാലത്തെ കോടതിയിലെത്തി ജാമ്യം തേടുകയും ചെയ്തിരുന്നത്. അങ്ങനെ പല കോൺഗ്രസ് നേതാക്കളും ഈ PK ശശിക്കെതിരെ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ അവിടെ സമരം നടത്തുകയും അല്ലെങ്കിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് സ്വാഭാവികമായും, അതും ലൈംഗിക അതിക്രമ പരാതിയായിരുന്നു, അതിൽ സ്വാഭാവികമായും PK ശശി ഒരു സ്ഥാനാർത്ഥിയാക്കി പരിഗണിച്ചാൽ അവർ എതിർക്കുക, അത് സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്ന കാര്യം.